സോറി, ഞാൻ തോറ്റു. നീ ഇങ്ങോട്ട് ഇരിക്കുക അബി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാനോ നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്ന്? നീ എന്തായാലും ഒന്ന് പറ. എത്ര സന്തോഷിക്കേണ്ട ദിവസം ഇന്ന്. സന്തോഷം കളഞ്ഞ ഞാനാ? എന്തെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? എന്ത് പറഞ്ഞാലും നിന്നോടല്ലേ. നല്ലൊരു ദിവസമായിട്ട് ദേഷ്യം പിടിക്കല്ല അബി. വാ ഇങ്ങോട്ടിരിക്കേ. എൻ്റെ പട്ടിയിരിക്കും. ഇനി ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഓളെ കൂടെ അങ്ങ് പൊയ്ക്കൂ. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ സഹായിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? പെണ്ണുങ്ങളൊന്ന് തലചുറ്റി വീണാൽ നിങ്ങളെ പോലത്തെ കുറേ ആൾക്കാരുണ്ടാവും അവരെ സഹായിക്കാൻ. ഇവിടെ നോക്കി എത്ര ആണുങ്ങളുണ്ട്. അവരാരെങ്കിലും ആ പെണ്ണുങ്ങൾ എടുക്കുകയോ പിടിക്കുകയോ ചെയ്തിനാ? പിന്നെ നിങ്ങൾക്ക് മാത്രം എന്തേനും ഇത്ര സൂക്കേട്? നല്ല പറയാവേ, ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ, എല്ലാരും അറിയട്ടെ നിങ്ങളെ തനി സ്വഭാവം. ഒരു പെണ്ണ് കുഴഞ്ഞു വീണ് ഒരു മനുഷ്യജീവനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വണ്ടിയിൽ കയറ്റി വിട്ടു. അവരെ കൂടെ പെണ്ണുങ്ങളും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ. അവർ പേടിച്ച കാര്യം നീ കണ്ടതല്ലേ. എന്തിനാ കയറ്റി വിടാൻ നിന്നിന്? നിങ്ങൾക്കൊക്കെ തന്നെ അങ്ങ് പോയിക്കൂടാനാ? അവരസുഖമെല്ലാം മാറിയിട്ടാകുമ്പോൾ ഇങ്ങ് വന്നാൽ പോരേനാ? കല്യാണം കഴിഞ്ഞേരം മുതൽ തുടങ്ങിയത് എൻ്റെ ഈ സംശയമാണ്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇങ്ങനെ എന്നെ സംശയിക്കരുത്. എനക്കെന്താ ചങ്ക് പറിച്ചിട്ട് കാണിക്കാൻ പറ്റും? അവിടെ ഇഷ്ടം പോലെ ആളാ. അവിടെ ആൾക്കാർ കാണണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു. നമ്മളെ കിരികിരി കേൾക്കണേ. അതാ മോൻ വീണിട്ട മുട്ടെന്തായത്? എടാ നല്ലോണം ഉണ്ടല്ലോ. അബി ഒന്ന് വന്ന് നോക്കിയേ, നല്ലോണം ഉണ്ട്. ശ്രദ്ധിക്കാണ്ട് നടന്നിട്ടല്ലേ വീണു? നീ ഒരു ഉമ്മയാ? നീ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുക മോൻ വീണെന്ന് പറയുമ്പോ? ശ്രദ്ധിച്ചടന്നൂടെ? അതെങ്ങനെയാ? നിങ്ങളെ സ്വഭാവമല്ലേ മോയ്ക്കും കിട്ടീനി. അതേടി, എൻ്റെ സ്വഭാവം തന്നെ കിട്ടീനി. ഏതായാലും നിന്റെ സ്വഭാവം കിട്ടിയിട്ടല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. അതെ, എൻ്റെ സ്വഭാവം എന്നല്ല മോശം. അത് ഞാൻ നേരത്തെ കണ്ടതാണല്ലോ. ചെക്കനുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നശിച്ച ഒരു ദിവസം. ഏത് നേരത്തെ ഇനിയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയതപ്പോ? അതെ, നശിച്ച ദിവസം തന്നെ. നിങ്ങൾ എൻ്റെ തലയിലായ ദിവസം. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടാന്നിട്ട് വന്നും പാടന്നെ ഒരു പെണ്ണിനെ കയറി. നിങ്ങളെന്നെ അടിച്ചല്ലേ, അതും ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട്. ഈ അടി നീ എരന്ന് മേടിച്ചതാ. അഭിമാനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൽ കയറിയ നീ ചൊറിഞ്ഞു കളിക്കുന്നു. വാ മോനെ, നമുക്ക് പോവാ. അവൾ എപ്പെങ്കിലും വരട്ടെ. മോനെ, മോനെടുത്തു. മോനെ എടാ, മോനെ എവിടെടാ? മോനെ റാസി, മോനെ നീ എടുത്തോടാ. റാസി മോനെ, എൻ്റെ മോൻ ഇതിലെ പോകുന്ന കണ്ടോ? ഒരു ക്യാപ്പ് ഇട്ടിട്ട് ബ്ലൂ ഷർട്ട് ഇട്ടിട്ട്. അല്ലോ, മോനെ കിട്ടിയില്ലേ? എടാ മോനെ, റാസി, 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 മോനെ. റാസി മോൻ എവിടെയാ പോയെ? ಅಣ್ಣವ್ರೆ, ಇದು ನನ್ನ ಹುಡುಗ ಮಿಸ್ ಆಗಿದೆ. ಇಲ್ಲಿ ಎಲ್ಲಾದರೂ ಆಚೆ ಕಡೆ ಹೋಗಿದ್ದೇನಾ? ಹೋಗ್ಲಿಲ್ಲ. ಒಂದು ಕ್ಯಾಪ್ ಹಾಕೊಂಡು ಬ್ಲೂ ಶರ್ಟ್ ಹಾಕೊಂಡು ಹೋಗ್ಲಿಲ್ಲ. ಎಲ್ಲ ಒಳಗಡೆನೆ ಇದೆಯಾ? ಎಲ್ಲ ಮಿಸ್ ಆಗ್ಬಿಟ್ಟೈತೆ. ಎಲ್ಲಿ ಹೋಗಿದೆ? ಆಯ್ತು ಆಯ್ತು, ನೋಡ್ದೇನೆ. ರಾಜಿ, മോനെ റാസി, നീ എവിടെ മോനെ ഉള്ളേ? റാസി, മോനെ റാസി, ഓർത്തോടാ. മോന്റെ തൊപ്പിയല്ലേ ഇത്? മോനെ, മോന്റെ തൊപ്പി മാത്രമേ ഉള്ളൂ. മോനെ കാണുന്നില്ല. നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ? ഇനിയാണ്ടി പരതോനെ ഇരുടായി വരുകയും ചെയ്യുന്നുണ്ട്. നീ ഉമ്മയാണെങ്കിൽ ഒരു ഉത്തരവാദിത്തമാണ്. മോനെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഇപ്പൊ മോങ്ങുന്ന. നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് ചോദിക്കപ്പോ മോനെ കണ്ടിനാ? ഞാൻ ഇങ്ങോട്ട് പരത്. നിങ്ങൾ മോനെ, മോനട്ടാ. റാസി, മോനെ റാസി, റാസി.
ഇടെന്ത് ഇരുന്നത് ഒറ്റയ്ക്കാണോ? നിന്നെ കൂടെ ആരും ഇല്ലേ? ചോക്ലേറ്റ് വേണോ മോനെ? ചോക്ലേറ്റ് എടുത്തോ, കഴിക്ക്. ചോക്ലേറ്റ് എടുത്തോ, കഴിക്ക്. നിക്ക് നിക്ക്, ചോക്ലേറ്റ് എടു, കഴിക്ക്. രാജി മോനെ, ആരാ മോനെ അത്? എന്റെ മോനോട് പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്കൊന്നും ഏടി പോകല്ല? നീ എന്താ മോനെ ഉമ്മാനോട് ഉപ്പാനോട് പറയാണ്ട് വന്നേ? എത്ര പരതി ഉമ്മയും ഉപ്പയും. ഓ ഇവിടെ ഉണ്ടാ എൻ്റെ മോനെ? ഇന്നെ എത്ര പരിധി എന്തെങ്കിലും പറഞ്ഞിട്ട് പോണ്ട മോനെ. മോനെ എവിടെയാ പോയിരുന്നേ? പാർക്കിൽ കളിക്കാതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും അടിയും പിടിയല്ലേ, പിന്നെ ഞാൻ ആരോടാ പറയണ്ടേ? കേട്ടുന്നാലും ഇങ്ങനെ തന്നെ ഉമ്മ ഉപ്പാനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അടി കൂടും. എന്നിട്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാന്. ഇല്ലടാ മോനെ, ഇനി ഉമ്മ മോനെ ഉപ്പാനെ ഒരിക്കലും വിഷമിപ്പിക്കൂല കേട്ടാ. ഉമ്മ എപ്പോ ഉമ്മാന്റെ കാര്യം മാത്രം നോക്കിയിട്ടില്ല, മോന്റെ മാനസികാവസ്ഥ ഉമ്മ മനസ്സിലാക്കിയിട്ടില്ല. ഇനി ഉമ്മ എങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടാ. നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള ജീവിതം നമുക്ക് സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാം. വണ്ടിയിൽ നിന്ന് കേക്കെടുക്കട്ടെ, നമുക്കിത് അടിച്ച് പൊളിക്കാം. ഏതായാലും ഈ ആനിവേഴ്സറി നമുക്ക് ഒരു പുതിയ ജീവിതമായിക്കോട്ടെ. കേക്ക് എടുത്തിട്ട് വന്നാൽ ഉപ്പ പോയി കേക്ക് എടുത്തിട്ട് വരട്ടെ, നമുക്കിവിടെ ഇരിക്കാം. ബന്നി സാർ, ബന്നി. ಅಲ್ಲ ಇವರೇ, ನಮ್ಮದು ವೆಡ್ಡಿಂಗ್ ಆ್ಯನಿವರ್ಸರಿ ಇವತ್ತು. ಬನ್ನಿ ಇವರೇ, ಒಂದು ಪೀಸ್ ನಿಮಗೆ ಬನ್ನಿ ಸರ್.